ഫസ്റ്റ് ടൈം ആട്ടോ. എല്ലാ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് എല്ലാത്തിനും ഒരു ബ്രേക്കൊക്കെ എടുത്ത് ഒരു യാത്രയൊക്കെ പോകുന്നത് എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 2 ദിവസം ബ്രേക്ക് എടുക്കാമെന്ന് കരുതി ഞങ്ങളൊരു കുഞ്ഞു യാത്ര പോവാണ്. കതിരുട്ടി, നമ്മൾ എങ്ങോട്ടാ പോന്നെ? എങ്ങോട്ടാ പോന്നെന്ന് പറ. അമ്പലപ്പുഴ. എവിടാ പോന്നെ? രാവിലെ എഴുന്നേറ്റ് യാത്രയൊക്കെ പോവാൻ ഇപ്പം എനിക്ക് ഭയങ്കര താല്പര്യമാണ്. എന്ന് വെച്ചാൽ എന്നും കാണാത്ത കുറേ കാഴ്ചകൾ കാണാം. സൂര്യൻ ഉദിച്ചു വരുന്നതും പക്ഷികളും പിന്നെ മഞ്ഞും നല്ല രസമാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം രാവിലെ കുഞ്ഞൂസിനെ എഴുന്നേൽപ്പിക്കുന്നതും അവളെ റെഡിയാക്കി കൊണ്ടുപോകുന്നതുമാണ്. വഴിക്ക് വെച്ച് ഈ താറാംകൂട്ടത്തെ കണ്ടപ്പോൾ വണ്ടി ഒതുക്കിയതാണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അതിനെയൊക്കെ കണ്ടു നിന്ന് അനിമൽസിൻ്റെയും ബേഡ്സിൻ്റെയൊക്കെ പേരൊക്കെ പഠിച്ചു തുടങ്ങിയപ്പം തൊട്ട് കതിരൂട്ടിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിടിക്കണോ നിനക്ക്? പിടിക്കണോ? അച്ഛനടുത്ത് പറ, 2 എണ്ണത്തെ മേടിച്ചേരെ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തിയിരുന്നു. Take the second left, then your destination will be on the left. ഞങ്ങൾ ചെന്നപ്പോഴേക്കും പൂജയ്ക്ക് വേണ്ടി നട അടച്ചിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാൽ പാൽപ്പായസം വാങ്ങാമെന്ന് പറഞ്ഞ് പോയപ്പോൾ നേരത്തെ ബുക്ക് ചെയ്താലേ നമുക്ക് പാൽപ്പായസം കിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ അവിടെ വരുന്ന ഒട്ടുമിക്ക പേർക്കും അതറിയില്ല കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് എങ്ങോട്ടാണ് പോണേ? ബോട്ടിൽ പോവാണോ? നമ്മൾ എവിടാ വന്നേ? അമ്പലപ്പുഴ കണ്ണനെ കാണാനാ വന്നേ. അപ്പം സമയമൊക്കെ ഉണ്ടായതുകൊണ്ട് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു പോകാമെന്ന് കരുതി. വയലുകളും തോടും ആറും പിന്നെ തോട്ടിലെല്ലാം നിറയെ ആമ്പൽപ്പൂക്കളും ഭയങ്കര രസം കാണാൻ തന്നെ. ഞാനൊരു 2ൽ എന്തോ പഠിക്കുമ്പോഴാണ് കേട്ടോ കരുമാടിക്കുട്ടൻ സിനിമ ഇറങ്ങിയത്. കരുമാടിക്കുട്ടൻ എന്താണെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞ് PSC ക്ലാസ്സിനാണ് ഞാൻ അറിഞ്ഞത് ഇത് കരുമാടിയിൽ നിന്ന് കുഴിച്ചെടുത്ത ബുദ്ധപ്രതിമയുടെ പേരായിരുന്നു എന്ന്. പക്ഷേ ഇതിനെന്താണാവോ പകുതി ഭാഗം ഇല്ലാത്തത്? മേ ബി കുഴിച്ചെടുത്തപ്പം പോയതാവല്ലേ. ആരായത്? കരുമാടിക്കുട്ടൻ. നല്ല കാറ്റില്ലേ? വെയിലില്ലെങ്കിൽ നല്ല കാറ്റ്. ഇതെവിടാണ് കതിര്? ഇത് ആലപ്പുഴയാണ്. ആലപ്പുഴ എവിടാ? ആലപ്പുഴ. ഇതൊക്കെ വയലൊക്കെ ഇഷ്ടപ്പെട്ടോ? ഈ കുളങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടോ കതിരിന്? ഇഷ്ടപ്പെട്ടോ കതിര്? ഞങ്ങൾ പോയപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പാടത്തിൻ്റെ പച്ചപ്പും ഹരിതാപവും ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ പോകുന്ന വഴിയായിരുന്നു ചെമ്പക്കുളം പള്ളി. എന്നാൽ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാമെന്ന് കരുതി. ഓടിക്കളിക്കാൻ കുറച്ച് സ്ഥലം കിട്ടിയ കതിരൂട്ടി പിന്നെ ആൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ പള്ളി നിൽക്കുന്നതേ പമ്പാ നദിയുടെ തീരത്തായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ കടവിലൊക്കെ പോയി കുറച്ചു നേരം അവിടെ ഇരുന്നു കേട്ടോ. ഇവിടുത്തെ മിക്ക പള്ളികളും ഇതുപോലെ വയലിൻ്റെയോ നദിയുടെയോ ഒക്കെ കരയിലായിരിക്കും. പോയോ? എന്തിനാ ഓട്ടിച്ചതിനെ? പ്രാവിൻ്റെ പുറകേലൊക്കെ ഓടിക്കഴിഞ്ഞ് മാതാവിനെയൊക്കെ പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങിയപ്പോഴാണ് കേട്ടോ ഈ ഒരു വള്ളം കണ്ടത്.
വള്ളമാണ് വള്ളം. ഇതൊക്കെ വള്ളം അറിയാമോ? അറിയോ? വെള്ളത്തിൽ കയറിയല്ലേ? പറ്റിച്ചാണോ? പറ്റിച്ചേടെ പറ്റിച്ചു. അപ്പോഴേക്കും ഉച്ചയൊക്കെ ആയി, വിശപ്പൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഫുഡ് കഴിക്കാനായി ഞങ്ങൾ നേരെ പോയത് ആറ്റുമുഖം ഷാപ്പിലേക്കായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ മെനു ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഡയറക്റ്റ് കിച്ചണിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം ഓർഡർ ചെയ്യാം. സത്യം പറയാലോ, കിച്ചണിൽ എത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പല വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. 3-4 തരം തലക്കറികളും പലതരം മീൻകറികളും, കക്ക, കൊഞ്ച്, പോർക്ക്, ചിക്കൻ, ബീഫ്, അങ്ങനെ പല ഐറ്റംസ് റോസ്റ്റായിട്ടും കറിയായിട്ടും. പിന്നെ കഴിക്കാനാണെങ്കിലോ കപ്പ, പുഴുക്ക്, പാലപ്പം, ഇടിയപ്പം, പൊറോട്ട, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. അതിനെന്താ വേണ്ട? അതെന്തുവാ? ബീഫ്. ബീഫാണ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പോർക്കും കരിമീൻ ഫ്രൈയും ചൂരക്കറിയും കപ്പയും പൊറോട്ടയും അപ്പവും പിന്നെ ഒരു വെറൈറ്റി സാധനം കൂടെ ഓർഡർ ചെയ്തു. വേറൊന്നുമല്ല, നീരാളി റോസ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വഴിയൊക്കെ ഇനി പോകുമ്പോൾ ഇവിടെ കയറി ഒന്ന് കഴിച്ചു നോക്കട്ടോ, വെർത്തായിരിക്കും. ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കതിരൂട്ടി നല്ല ഉറക്കത്തിലായി. അപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോയെന്ന് പറഞ്ഞില്ലല്ലോ. ആക്ച്വലി ഞങ്ങളൊരു സ്റ്റേക്കേഷന് വേണ്ടി ഒരു ഐലൻഡ് റിസോർട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമുക്ക് കാറൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അപ്പം നമ്മൾ ബോട്ടിലാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ടൊക്കെ എത്തി കേട്ടോ. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ലഗേജൊക്കെ ആയിട്ട് ഞങ്ങൾ ബോട്ടിലേക്ക് പോയി. കതിരൂട്ടിയാണെങ്കിൽ ബോട്ടിൽ കയറിയപ്പോഴേക്കും വണ്ടടിച്ച് നിൽക്കുമെന്ന് കേട്ടോ. എവിടെ ഇരിക്കണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ഒന്നും അറിയാത്തൊരവസ്ഥ. അവളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡും ഒക്കെ ആയിരുന്നു. കതിരിന് ഇഷ്ടപ്പെട്ടോ? നമ്മൾ എന്തോത്തിലാ നിക്കുന്നേ? പറ. ബോട്ടില്. ബോട്ട് എന്തോത്തിലാ കിടക്കുന്നേ? ഇത് റിവറാണ്, ഏതോ ഒരു റിവറാ. എന്നാ ഇത് കായലാണ്. ഓം ക്രീം പറ. ഓം ക്രീം പോ ബോട്ടേന്ന് പറ. ഞങ്ങളങ്ങനെ റിസോർട്ടിലോട്ടുള്ള ജേണിയൊക്കെ തിരിച്ചു കേട്ടോ. അവിടുന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റോളം യാത്രയുണ്ടായിരുന്നു റിസോർട്ടിലേക്ക്. അവിടെ എത്തിയപ്പോൾ തന്നെ ഐ ആം സോ ഹാപ്പി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ട്. മാത്രമല്ല ഇവിടെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് പ്ലേസ് ഈസ് ദ ഗ്രീൻ പാലസ് ഹെൽത്ത് റിസോർട്ട്. പിന്നെ വന്ന് കളിക്കാം. ആ പേച്ചിൽ കഴിഞ്ഞ് വെയിലൊക്കെ കുറഞ്ഞിട്ട് വന്ന് ഇവിടെ എല്ലാം വന്ന് കളിക്കാം കേട്ടോ. വെയിലൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് ഇവിടെ എല്ലാം വന്ന് കളിക്കാം. അങ്ങനെ റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു കുഞ്ഞു കൂട്ടുകാരനെ കണ്ടു കേട്ടോ. എ ലിറ്റിൽ മംഗൂസ്, ചിക്കു. ഒന്നും ചെയ്യാത്തോണ്ടല്ലേ അവൾ ഇവിടുത്തെ കിരിയാന്ന് ഞാൻ ചോദിച്ചത്. ഇത് പോന്നു കുഴപ്പമില്ലല്ലോ. മോനോ വീഴുവോ? ചിക്കു വീഴുവോ? വീഴത്തില്ലല്ലോ.
കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. മോക്ക് വേണോ? മോക്ക് തൊടണോ? പോയി തൊട്ട്. അച്ഛ തൊട്ട് വാ. ഓടി വാ, ഓടി വാ. തൊട്, തൊട്. തൊട്, തൊട്, തൊട്. മീനെ പോലെ. നല്ല രസം. പക്ഷെ ഞാൻ ഞങ്ങളെ വീട്ടിന് എപ്പോഴും ഉണ്ട് അവിടെ. ഞങ്ങളെ വീട്ടിൽ 2-3 ഉണ്ട്. പക്ഷെ ഇത്ര അത് അവൈലബിൾ ഓടി നടക്കുന്ന സാധനം. ആ, വൈൽഡ് ആണ്. ഇത് ഫ്രണ്ട്ലി ആണ്. ഇത് കൊച്ചിലോട്ട് ഇവിടെ ഉള്ളതാണ്. ആണോ? ആണോ? ഇത് മുള്ളപ്പന്നി അല്ല. കുറച്ചു നേരം അങ്ങനെ ചിക്കുവിനെയൊക്കെ കണ്ട് പരിചയമൊക്കെ പെട്ടിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഞങ്ങൾ താമസിച്ചത് ഒരു ലേക്ക് വ്യൂ ഫാമിലി കോട്ടേജിലായിരുന്നു കേട്ടോ. ഈ റൂമിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സിറ്റ് ഔട്ട് ഏരിയ റിവറിന് എബോ ആയിട്ട് ഇങ്ങനെ ബിൽറ്റ് ചെയ്തേക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള വ്യൂസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കിടക്കുമ്പോഴാണ് ഈ കുഞ്ഞു വെള്ളം എൻ്റെ കണ്ണിൽ പെട്ടത്. പിന്നെ ഇത്തിരി റിസ്ക് ഒക്കെ എടുത്തിട്ടായാലും അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ പൂക്കൈതാറും ബാക്ക് സൈഡിൽ മീനൊക്കെ വളർത്തുന്ന ലേക്കുമാണ്. ഇവിടെ പലതരം ചെടികളും പലതരം മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൈത്തോടുകളും അത് നിറയെ ആമ്പൽപ്പൂവും എല്ലാവരും നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. റൂമിൽ വന്ന് ഞങ്ങൾ ഡാൻസ് റീൽ ചെയ്യാൻ പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കതിരൂട്ടി അച്ഛനെ വന്ന് വിളിച്ച്. അവൾ എന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾ നോക്കിയിരുന്നപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ അറിയാവിടെ. നോക്കട്ടെ, എന്റെ ഒരു ഫോട്ടോ എടുത്തു തരുമോ? എന്റെ അച്ഛൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തു തരുമോ? നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നൊരു നിമിഷമായിരുന്നു കേട്ടോ അത്. ഞങ്ങൾ കുഞ്ഞൂസ് ഞങ്ങളെ പിടിച്ചിരുത്തി ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു, അതും അവളുടെ ക്യാമറയിൽ. അങ്ങനെ ഈവനിങ് സ്നാക്സും ചായയൊക്കെ കഴിച്ചു. കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ പിന്നെ പോയത് പൂളിലേക്കാണ് കേട്ടോ. ഹലോ ഗൈസ്, കതിരൂട്ടി ഇതാ ഡ്രസ്സൊക്കെ ഇട്ട് വന്നേക്കുവാണ്. മുങ്ങച്ചാ മുങ്ങ. കതിരൂട്ടി റിസോർട്ടിൽ പോകുന്ന തന്നെ പൂളിൽ കളിക്കാനാണ് കേട്ടോ. കതിരൂട്ടി അങ്ങനെ പൂളിലൊക്കെ ഇറങ്ങി അച്ഛൻ്റെ കൂടെ കളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ കാലൊക്കെ അടിച്ച് കൈയൊക്കെ വീശി കുഞ്ഞൂസ് നീന്താനൊക്കെ തുടങ്ങി. അല്ലെങ്കിലും അമ്മമാരെത്ര സ്നേഹിച്ച് വളർത്തിയാലും പെൺകുട്ടികൾക്ക് അച്ഛനോട് തന്നെ ആയിരിക്കും ഇഷ്ടം. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ടോ. രാവിലെ എണീറ്റ് റൂമിന് വെളി വന്നപ്പം നിറയെ ആമ്പലൊക്കെ പൂത്തിരിക്കുന്നു. അങ്ങനെ മോർണിംഗ് ഞങ്ങൾ ഫ്രഷൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. കുഞ്ഞൂസിന് ബോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമുണ്ടായതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു ബോട്ടിങ്ങൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബോട്ടൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് നേരെ ബോട്ടിലേക്കാണ് കേട്ടോ പോയത്. ഇതൊരു ഷിക്കാരി ടൈപ്പ് ബോട്ടായിരുന്നു കേട്ടോ. കതിരെ എവിടെ പോവാ? കതിരൂട്ടി, കതിരൂട്ടി എവിടെ പോന്ന്? ഇവിടെ എല്ലാ വീട്ടിലും അവർക്ക് യാത്ര ചെയ്യാനായി കുഞ്ഞു വെള്ളങ്ങളും ബോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. കതിരെ ഇഷ്ടപ്പെട്ടോ? കതിരിന് ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോടാ? അല്ല ഐഡിയ ഉണ്ടോ നമ്മൾ എവിടാ പോന്നെന്ന്? ബോട്ടിലാ പോന്നെ. ബോട്ട് ഇഷ്ടമാണോ കതിരിന്? കതിർ ആദ്യമായിട്ടാണോ ബോട്ടിൽ പോന്നെ? പണ്ട് ഒരു ദിവസം പോയിട്ടുണ്ട്, കതിരിന് ഓർമ്മയില്ല. കുഞ്ഞൊരു ബോട്ടില്. പറയോ എന്താ പറയും? അച്ചാച്ച ചോദിച്ചാ എന്താ പറയുന്നത്? എവിടെ പോയെന്ന് ചോദിച്ചാ? അപ്പൊ നീ എവിടാണ് പെണ്ണെ ബോട്ടിൽ പോയെന്ന് വെച്ചാ എന്ത് പറയാ അച്ചാച്ചൻ? നമ്മള് പൂക്കൈത റിവറില്, പൂക്കൈത നദിയിലൂടെ ആറിലൂടെ പോയെന്ന് പറയാം. ഇടയ്ക്ക് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൽ താമസിക്കുന്ന ആരൊക്കെയാ? പിന്നെ എന്തുണ്ട്? മീനി, ഫിഷ് ഉണ്ട്. പിന്നെ ക്രാബ് ഇല്ലേ, ഞണ്ട്, ക്രാബ് വെള്ളത്തിൽ താമസിക്കുന്ന. ടോർട്ടോയ്സ് വെള്ളത്തിലാ താമസിക്കുന്നേ. പിന്നെ എന്തുണ്ട്? കൊഞ്ചുണ്ട്. കൊഞ്ചിന് അറിയോ? കൊഞ്ചിനെ അറിയോടെ ഇയാൾക്ക്? കൊഞ്ചിന് കൊഞ്ചിനെ അറിയത്തില്ലേ? ഇയാൾക്ക് അറിയോടെ കൊഞ്ചിന്? ഞണ്ട്, കൊഞ്ച്, മീനി എല്ലാം അല്ല നമ്മളൊക്കെ കൊച്ചു വളത്തിലെ കൂട്ടല്ലോ ഈ വെള്ളത്തിലെല്ലാം മീനിയുണ്ട്. മീനിയുണ്ട്. എന്തുവാടാ? മീനി മുങ്ങിക്കളിക്കും. അതിനെ നീന്താ അറിയാലോ. മീനിക്ക് വീട്ടില്, മീനിയുടെ വീടാ ഇത്. വരുന്ന വഴി ആമ്പൽപ്പൂവൊക്കെ കണ്ടപ്പോൾ ഞാൻ പിന്നെയും കുട്ടിക്കാലത്തേക്ക് അങ്ങ് പോയി കേട്ടോ. എന്തായാലും ഞങ്ങൾ പറഞ്ഞപ്പം ബോട്ടൊക്കെ അടുപ്പിച്ച് തന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആമ്പൽപ്പൂവൊക്കെ പിച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ പൂ പിച്ചിയോ? അതിനാണോ പിച്ചിയ പൂ? കതിരാ പിച്ചി? അമ്മച്ചിയാ പൂ പിച്ചി. ഞങ്ങള് പൂ പിച്ചിട്ട് ഞങ്ങള് തിരിച്ചു പോവാണ്. ഇത്രയും പൂ കിട്ടിയില്ലേ? കിട്ടിയോ? കതിരിന് ഇഷ്ടപ്പെട്ടോ ബോട്ടിൽ പോയത്? അല്ലേ? അങ്ങനെ 1 മണിക്കൂർ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞു. പൂക്കൈത ആറിലൊക്കെ കറങ്ങി ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലെത്തി. റിസോർട്ടിൽ എത്തിയിട്ട് ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ലഗേജൊക്കെ റീപാക്ക് ചെയ്ത് ചെക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിലൂടെ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയും പീസ്ഫുള്ളും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വെക്കേഷനായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.